കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നെ കാണാനായി വരികയുണ്ടായി. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് വരാറുണ്ട്. ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അപ്പൻ മരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു പെങ്ങളും അമ്മയുമാണുള്ളത്. അന്ന് മുതൽ എന്നോട് വളരെ അടുപ്പമായിട്ട് ഞങ്ങൾ പ്രത്യേക പരിഗണന കൊടുക്കുകയും ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹോസ്റ്റലിൽ തന്നെയാണ് താമസിച്ചിരുന്നതും. പിന്നെ എൻജിനീയറിങ് കഴിഞ്ഞു, കുസാറ്റിൽ നിന്ന് എൻജിനീയറിങ് കഴിഞ്ഞു. പ്രൊഫഷണലായിട്ട് അദ്ദേഹം എൻജിനീയറാണ്, പക്ഷേ രാഷ്ട്രീയക്കാരനാണ്. അത്യാവശ്യം നല്ല ആധ്യാത്മിക ജീവിതം നയിക്കുന്ന ആളുമാണ്. പഠന സംബന്ധമായ കാര്യങ്ങൾക്ക് സംശയങ്ങൾ വരുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട്. രാഷ്ട്രീയ കാര്യങ്ങളും ആധ്യാത്മിക കാര്യങ്ങളുമൊക്കെ അദ്ദേഹം ചർച്ച ചെയ്യുന്നതും സംശയങ്ങൾ നിവാരണം വരുത്തുന്നതുമൊക്കെ ജെയിംസ് പിതാവ് ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തോടാണ്. ഈയിടെ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ച ചില കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ സിസ്റ്ററിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എൻ്റെ അടുത്ത് ചർച്ച ചെയ്തത്. അതിൻ്റെ ഇടയ്ക്ക് എന്നോട് 1-2 ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. അത് ബൈബിളിനെ പറ്റിയാണ്. അതിലൊന്നാമത്തെ ചോദ്യം ഇതാണ്: ദൈവം സൃഷ്ടികർമ്മം നടത്തുന്നതിന് മുമ്പ് ഉള്ള സമയം എന്ത് ചെയ്യുകയായിരുന്നു? 2, സൃഷ്ടികർമ്മം 7 ദിവസം കൊണ്ട് അവസാനിച്ചു, 6 ദിവസം കൊണ്ട് അവസാനിച്ചു, 7-ാം ദിവസം വിശ്രമിച്ചു. അതിനുശേഷം ദൈവം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? 3-ാമത്തെ ചോദ്യം: 6 പ്രാവശ്യം ബൈബിളിൽ എഴുതിയിട്ടുണ്ട് താൻ സൃഷ്ടിച്ചതെല്ലാം നല്ലതെന്ന് കണ്ടു എന്ന്. ദൈവം നല്ലത് മാത്രമേ ഈ ലോകത്തിൽ സൃഷ്ടിച്ചിട്ടുള്ളൂ എന്നാണല്ലോ ബൈബിൾ പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ തിന്മ മുഴുവൻ വന്നത്? അതിൽ 2 ചോദ്യങ്ങൾക്ക് ഞാൻ പെട്ടെന്ന് ഉത്തരം പറഞ്ഞു. ഒന്ന്, ദൈവം സൃഷ്ടിച്ചത് നന്മ മാത്രമാണ്. തിന്മ വന്നത് അതിൻ്റെ ഉറവിടം പിശാചാണ്. ബൈബിളിൽ വ്യക്തമായിട്ട് തന്നെ അത് പറയുന്നുണ്ട്. സൃഷ്ടികർമ്മം 6 ദിവസം കൊണ്ട് നടത്തിയതിന് ശേഷം ദൈവം ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? 7-ാം ദിവസം വിശ്രമിച്ചതുപോലെ തന്നെയാണോ? തീർച്ചയായിട്ടുമല്ല. ദൈവം ഇപ്പോഴും പ്രവർത്തന നിരതനാണ്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സൃഷ്ടികർമ്മം നടത്തുന്നുണ്ട്. സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഇന്ന് ഇല്ലാത്ത ഒന്ന് പുതിയത് ഉണ്ടാകുന്നതാണ് സൃഷ്ടി. ദൈവം എപ്പോഴും സൃഷ്ടികർമ്മം നടത്തിക്കൊണ്ടിരിക്കുക തന്നെയാണ്. അതൊരു വ്യക്തിയിലാകാം, ഒരു സമൂഹത്തിലാകാം, ഒരു രാജ്യത്താകാം. നന്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവം ചെയ്യുന്നത് മുഴുവൻ നന്മയാണ്. ഓരോ ദിവസവും നന്മയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ദൈവം സൃഷ്ടികർമ്മം നടത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്യുകയായിരുന്നു? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സൃഷ്ടികർമ്മം നടത്തുന്നതിന് മുമ്പ് സമയമെന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. അത്തരമൊരു കൺസെപ്റ്റേ ഇല്ല. എപ്പോഴാണ് സമയം എന്ന് പറയുന്ന കൺസെപ്റ്റ് വന്നത്? അത് ദൈവം സൃഷ്ടികർമ്മം നടത്തിയതിന് ശേഷമാണ്. ബൈബിളിൽ ആദ്യത്തെ സെൻറ്റൻസ് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ്. ആകാശം എന്ന് പറയുന്നത് സ്പേസാണ്. ഭൂമി എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഭൂമി അല്ല, മാറ്റർ ആണ്. മാറ്റർ. ശാസ്ത്രത്തിൽ ഒരുപാട് ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ദൈവകണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ മാറ്റർ ദൈവം ഉണ്ടാക്കിയതാണ്. സ്പേസും. സമയം എങ്ങനെ ഉണ്ടായി? ഈ മാറ്റർ സ്പേസിലൂടെ മൂവ് ചെയ്യുമ്പോൾ സമയം ഉണ്ടാകുന്നു. സ്പേസിലൊരു പൊസിഷൻ, അവിടെ എത്ര നേരം കഴിച്ചു കൂട്ടുന്നു, അതാണ് സമയത്തിൻ്റെ അളവ്. നമ്മൾ ക്ലോക്കിൽ ഹാൻഡിൽ സഞ്ചരിക്കുമ്പോഴാണ് സമയം ഉണ്ടാകുന്നത്.
ഇപ്പോൾ മാറ്റർ സ്പേസിലൂടെ സഞ്ചരിക്കുമ്പോൾ സമയം ഉണ്ടാകുന്നു. അതോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത്. ദൈവം അരുളി ചെയ്തു, പ്രകാശം ഉണ്ടാകട്ടെ എന്ന്. പ്രകാശമുണ്ടായി. പിന്നീടാണ് പകലിനെ നിയന്ത്രിക്കാനായിട്ട് ഒരു ദീപം സ്ഥാപിച്ചു എന്ന് പറയുന്നത് സൂര്യനായിരിക്കണം. സൂര്യൻ എന്നുള്ള വാക്ക് അതിനകത്ത് എഴുതിയിട്ടില്ല. രാത്രിയെ നിയന്ത്രിക്കാനായിട്ട് വേറൊരു ദീപം സ്ഥാപിച്ചു എന്നും. സൂര്യനും ചന്ദ്രനും പ്രകാശം ഉണ്ടായതിന് ശേഷം സൃഷ്ടിച്ചതാണോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നാം. അവിടെ ദൈവം അരുളി ചെയ്തു, പ്രകാശം ഉണ്ടാകട്ടെ എന്ന്. ആ പ്രകാശം എന്ന് അവിടെ പറയുന്നത് ഊർജമാണ്. അപ്പോൾ ദൈവം സൃഷ്ടിച്ചത് സ്പേസ്, മാറ്റർ ആൻഡ് എനർജി. ടൈം ഉണ്ടായത് മാറ്റർ സ്പേസിലൂടെ മൂവ് ചെയ്യുമ്പോൾ. ഇത് രണ്ടും അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു, സ്പേസും ടൈമും. ഐൻസ്റ്റീൻ അങ്ങനെ തന്നെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഐൻസ്റ്റീൻ്റെ കാലഘട്ടത്തിന് മുമ്പ് വരെ സ്പേസ് ആൻഡ് ടൈം എന്നാണ് പറഞ്ഞിരുന്നത്. ഐൻസ്റ്റീൻ പറഞ്ഞു, അങ്ങനെയല്ല പറയേണ്ടേ, സ്പേസ് ടൈം എന്നാണ് പറയേണ്ടത്. സ്പേസ് ടൈം എന്ന് പറയണം എന്ന്. രണ്ടും തമ്മിൽ വ്യത്യാസമില്ല, രണ്ടും ഒന്നാണ്. അപ്പോൾ നിങ്ങളോട് ആരെങ്കിലും ഒരാൾ ചോദിക്കുകയാണ്, ഞാൻ തൃശ്ശൂരാണ്, തൃശ്ശൂർ ചോദിക്കുകയാണ്, എറണാകുളത്തേക്ക് എത്ര ദൂരമുണ്ട്? അപ്പോൾ നിങ്ങൾ പറയും, സാധാരണ നിലയിൽ ഇത്ര കിലോമീറ്റർ എന്ന് പറയും. അതിന് പകരം നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, 1.5 hours ബൈ കാർ. അപ്പോൾ ദൂരം നിങ്ങൾ പറഞ്ഞത് സമയം ഉപയോഗിച്ചിട്ടാണ്. സേ 1/2 hour ബൈ ഹെലികോപ്റ്റർ. അപ്പോൾ ഡിസ്റ്റൻസ് നമ്മൾ പറയുന്നത് സമയം വെച്ചിട്ടാണ്. ദുബായിലേക്ക് എത്ര ദൂരം ഉണ്ടെന്ന് ചോദിച്ചാൽ ആരെങ്കിലും കിലോമീറ്ററിൽ പറയുമോ? ഒരാളും പറയില്ല. ഇത്ര മണിക്കൂർ എന്നേ പറയുള്ളൂ. അമേരിക്കയിലേക്ക് എത്ര ദൂരം ഉണ്ടെന്ന് ചോദിച്ചാലും അത് തന്നെയല്ലേ പറയുക നമ്മൾ. അപ്പോൾ ദൂരം സ്പേസും തമ്മിൽ വ്യത്യാസമില്ല. ഒരു ഉദാഹരണം കൂടി പറയാം. നമ്മൾ രാത്രിയിൽ ആകാശത്തിലേക്ക് നോക്കുകയാണ്, നക്ഷത്രങ്ങളെ കണ്ടു. ഇപ്പോൾ ആ നക്ഷത്രങ്ങൾ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റുമോ? ഇല്ല. ആ നക്ഷത്രങ്ങളിൽ നിന്ന് എത്രയോ നാൾ മുമ്പ് പുറപ്പെട്ട പ്രകാശമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആ നക്ഷത്രങ്ങൾ ഇപ്പോൾ അവിടെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ആ എത്രയോ വർഷം മുമ്പ്, 1000 വർഷങ്ങൾക്ക് മുമ്പ് പുറപ്പെട്ട പ്രകാശമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മളൊരു ടെലസ്കോപ്പിലൂടെ സ്പേസിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ വാസ്തവത്തിൽ പ്രോബ് ചെയ്യുന്നത് ടൈമാണ്. അപ്പോൾ ഇത് രണ്ടും ഒന്നാണ് എന്ന് ഓർക്കുക. അതിന് പ്രത്യേകമായിട്ട് സൃഷ്ടികർമ്മത്തിന് മുമ്പ് ഒരു സമയമുണ്ടായിരുന്നു എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അദ്ദേഹം ചോദിച്ച ചോദ്യം ഇതായിരുന്നു, എന്താണ് ദൈവം ചെയ്തുകൊണ്ടിരുന്നത് എന്ന്. ദൈവം ചെയ്ത കാര്യത്തെക്കുറിച്ച് തർക്കങ്ങളുണ്ട്. ശാസ്ത്രജ്ഞന്മാർ 2 അഭിപ്രായത്തിലാണ്. ബൈബിൾ പറയുന്നത് ദൈവം സൃഷ്ടികർമ്മം നടത്തി എന്നാണ്. ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് സൃഷ്ടികർമ്മമല്ല ഉണ്ടായത്, ഒന്നും സൃഷ്ടിക്കപ്പെട്ടതല്ല, പിന്നെയോ ഇവല്യൂഷൻ വഴി ഉണ്ടായതാണ്. ഒരു മഹാവിസ്ഫോടനം എന്ന് പറയുന്ന ഒന്നുണ്ടായി. ഒരു പ്രൈമോർഡിയൽ പാർട്ടിക്കിൾ ഉണ്ടായിരുന്നു, വെരി ഡെൻസ്. ആ പാർട്ടിക്കിൾ വിസ്ഫോടനം വഴി ഈ ലോകം മുഴുവൻ, പാർട്ടിക്കിളിൻ്റെ വിസ്ഫോടനം വഴി ഈ ലോകം മുഴുവൻ ഉണ്ടായി എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. അപ്പോൾ ചോദ്യം ഇതാണ്, ആ പ്രൈമോർഡിയൽ പാർട്ടിക്കിൾ അത് എങ്ങനെ ഉണ്ടായി?
അത് ഇവോൾവ് ചെയ്തതാകാൻ വഴിയില്ലല്ലോ. ഇവല്യൂഷൻ വഴിയല്ല ഈ പ്രപഞ്ചം ഉണ്ടായത് എന്ന് തെളിയിക്കാനായിട്ട് ക്രിയേഷൻ സയൻറ്റിസ്റ്റ് 3 കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ ക്രിയേഷൻ സയൻറ്റിസ്റ്റ്, ഇവല്യൂഷൻ സയൻറ്റിസ്റ്റ്, അങ്ങനെ ഒരു വിഭാഗമുണ്ട്, ഡിവിഷനുണ്ട്. കുറേ പേര് ക്രിയേഷനിൽ വിശ്വസിക്കുന്നു, അവർ ക്രിയേഷൻ സയൻറ്റിസ്റ്റ്. കുറേ പേര് ഇവല്യൂഷനിൽ വിശ്വസിക്കുന്നു, അവർ ഇവല്യൂഷൻ സയൻറ്റിസ്റ്റ്. പാഠപുസ്തകങ്ങളിൽ ഇവല്യൂഷനെ കുറിച്ചാണ് പറയുന്നത്, ക്രിയേഷനെ കുറിച്ച് പറയുന്നില്ല. ക്രിയേഷൻ സയൻറ്റിസ്റ്റിൻ്റെ ആർഗ്യുമെൻ്റ് ഇതാണ്: ഇവല്യൂഷൻ എന്ന് പറയുന്നത് പൂർണ്ണമായി തെളിയിക്കപ്പെട്ടിട്ടില്ലാത്തടത്തോളം കാലം ഈ 2 സിദ്ധാന്തങ്ങളും കുട്ടികളെ പഠിപ്പിക്കണം. അവർ തീരുമാനിക്കട്ടെ, അവരുടെ ബുദ്ധിക്ക് അനുസരിച്ച് അവരൊരു തീരുമാനമെടുക്കട്ടെ എന്നൊക്കെയാണ് ക്രിയേഷൻ സയൻറ്റിസ്റ്റ് പറയുന്നത്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എങ്ങും ഒരു സ്ഥലത്തും ഒരു രാജ്യത്തും ഈ ക്രിയേഷൻ തിയറി പഠിപ്പിക്കുന്നില്ല. ബൈബിളിൽ മാത്രമാണ് അത് ഉള്ളത്. ക്രിയേഷൻ സയൻറ്റിസ്റ്റ് പറയുന്ന 3 ആർഗ്യുമെൻറ്റുകൾ: 1, നത്തിങ് ക്യാൻ ഇവോൾവ് ഫ്രം നത്തിങ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് വേറൊന്നിനെ ഇവോൾവ് ചെയ്യാൻ കഴിയില്ല. അത് നമുക്ക് ശരിയാണെന്ന് തോന്നും. ഒന്നുമില്ലായ്മയിൽ നിന്ന് വേറെന്തെങ്കിലും ഉണ്ടാകാൻ പറ്റുമോ? ഉണ്ടാകാൻ പറ്റില്ല. അപ്പോൾ ഇവല്യൂഷൻ സാധ്യമാകണമെങ്കിൽ ആദ്യം എന്തോ ഉണ്ടാകണം, അത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാവണം. അതിന് നിങ്ങൾ ദൈവഗണമെന്നോ എന്ന് വേണമെങ്കിലും വിളിക്കൂ, എന്തോ അങ്ങനെ ഒന്ന് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അത് ഇവോൾവ് ചെയ്തതായിരിക്കണം. രണ്ടാമത്തെ ആർഗ്യുമെൻ്റ്: ജീവനില്ലാത്തതിൽ നിന്ന് ജീവൻ ഇവോൾവ് ചെയ്യില്ല. ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്ന് ജീവൻ തന്നെ ഉണ്ടാകില്ല, ഇവോൾവ് ചെയ്യില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. ഇപ്പോൾ ജീവൻ ഉണ്ടാകുന്നതിൻ്റെ ആ സമയത്ത് ജീവൻ ക്രിയേറ്റ് ചെയ്തതായിരിക്കണം. ദൈവം ജീവൻ ക്രിയേറ്റ് ചെയ്ത് സൃഷ്ടിച്ചതായിരിക്കണം. ആ ജീവൻ പിന്നെ ഇവോൾവ് ഉണ്ടാവും, ഉറപ്പാണ്. ഞാൻ ചെറിയ ഉദാഹരണം പറയാം. നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെ അപ്പൂപ്പൻ്റെ പോരാ, എൻ്റെയൊക്കെ അപ്പൂപ്പൻ എന്ന് പറയുമ്പോൾ കുറച്ച് പ്രായമായി ഉണ്ടാവും. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളുടെയൊക്കെ മുത്തപ്പൂപ്പൻ അല്ലെങ്കിൽ ആളുടെ അപ്പൻ, അവരുടെയൊക്കെ പടമുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും അവരുടെ വേഷം ഒരു ഷർട്ടൊന്നും ഇട്ടിട്ടുണ്ടാവില്ല, കൂടി വന്നാൽ ഒരു തോർത്തുണ്ടാവും, പിന്നെ അവരുടെ മുഖത്തിൻ്റെ ഭംഗിയും എല്ലാം വ്യത്യാസം ഉണ്ടാവും. ഒരു ഇവല്യൂഷൻ നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അത് സോഷ്യൽ കസ്റ്റംസിലുണ്ടല്ലോ ഇവല്യൂഷൻ. ചെറിയ തോതിലുള്ള ഇവല്യൂഷൻ സോഷ്യൽ കസ്റ്റംസിൽ പോലും ഉണ്ട്. സാമാന്യ മര്യാദകളിലും കുടുംബ മര്യാദകളിലും ഒക്കെ, എന്തിന് നമ്മുടെ പ്രാർത്ഥനാ ക്രമങ്ങളിൽ പോലും ഇവല്യൂഷൻ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്, സംശയമൊന്നുമില്ല. പക്ഷെ ഇവോൾവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? എന്തെങ്കിലും ഉണ്ടാകണം. അതില്ലാത്തതിൽ നിന്ന് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ജീവൻ ഇവോൾവ് ചെയ്തതല്ല, ജീവൻ സൃഷ്ടിക്കപ്പെട്ടതാണ്. മൂന്നാമത്തെ പോയിൻ്റ് അവർ പറയുന്നത്, മൂന്നാമത്തേത് ആത്മാവിനാണ്. ആത്മാവ് ഒരിക്കലും ഈ മെറ്റീരിയൽ പാർട്ടിക്കിൾസിൽ നിന്നുണ്ടാവില്ല. മാറ്ററിൽ നിന്നല്ല ആത്മാവ് ഉണ്ടായിട്ടുള്ളത്. ആത്മാവ് സൃഷ്ടിക്കപ്പെട്ടതാണ്. ബൈബിൾ പറയുന്നത് പോലെ സൃഷ്ടിക്കപ്പെട്ടതാണ്. ആ ജീവന് പിന്നെ ഇവല്യൂഷൻ നടന്നിട്ടുണ്ടാവും. ജീവനല്ല, ആത്മാവിന് ഇവല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ഇവല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സോഷ്യൽ കസ്റ്റംസിൽ പോലും സിസ്റ്റംസിൽ പോലും ഇവല്യൂഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ശരിയായ ഒരു തിയറി എങ്ങനെയുള്ളതായിരിക്കണം എന്നാണ്. അത് ക്രിയേഷൻ കം ഇവല്യൂഷൻ തിയറി ആയിരിക്കണം. ഫസ്റ്റ് ക്രിയേഷൻ ആൻഡ് ദെൻ ഇവല്യൂഷൻ.
അതായിരിക്കണം ശരിയായ ഒരു തിയറി. അതുകൊണ്ട് ഇത് രണ്ടും പഠിപ്പിക്കേണ്ടതാണ് എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. ക്രിയേഷനെ കുറിച്ചും ഇവല്യൂഷനെ കുറിച്ചും. ഈ ഇവല്യൂഷൻ എന്ന് പറയുന്നത് നടക്കണമെങ്കിൽ അവിടെയും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വേണം. ഇവല്യൂഷൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ദൈവം തന്നെയാണ്. അപ്പോൾ ദൈവം ഇപ്പോഴും പ്രവർത്തന നിരതനാണ്. യേശു പറയുന്നുണ്ടല്ലോ, ഞാൻ എപ്പോഴും പ്രവർത്തന നിരതനാണ്, എൻ്റെ പിതാവും അതുപോലെ തന്നെയാണ് എന്ന്. ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. എന്താണ്? ഇവല്യൂഷൻ്റെ പുറകിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നല്ല നല്ല കാര്യങ്ങൾ ഇവോൾവ് ചെയ്യാനായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ട ഊർജം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ദൈവം ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇവല്യൂഷൻ്റെ പുറകിലാണ്. ഇവല്യൂഷന് ഒരു ഫോഴ്സ് വേണമെന്ന് ഞാൻ ഒരു ഉദാഹരണമെടുത്ത് നിങ്ങളെ ബോധ്യപ്പെടുത്താം. കഴിഞ്ഞൊരു ദിവസം എൻ്റെ ഒരു സ്ഥാപനത്തിൽ പഠിപ്പിച്ചിരുന്നു. വേറെ ജോലി കിട്ടി പോയ ഒരു അധ്യാപകൻ, അദ്ദേഹം ഇപ്പോൾ ഒരു കോളേജ് പ്രൊഫസറാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ വന്നപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, മേശപ്പുറമൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ടല്ലോ. അത് ശരിയാണ്. അദ്ദേഹം മുമ്പൊക്കെ എന്നെ കണ്ടിട്ടുള്ളപ്പോൾ മേശപ്പുറത്ത് ഒരുപാട് പുസ്തകങ്ങളുണ്ടാവും. ഞാൻ ദിവസവും ഒരുപാട് എഴുതുന്ന ആളാണ്. അപ്പോൾ പുസ്തകങ്ങൾ കുറേ ഉണ്ടാവും. ഒരു പുസ്തകം വായിച്ചു, അതിനൊരു അടയാളം വെച്ച് അവിടെ ഇങ്ങനെ വയ്ക്കും. അത് കഴിഞ്ഞ് അങ്ങനെ കുറേ വായിക്കുന്ന പുസ്തകങ്ങളൊക്കെ മേശപ്പുറത്തുണ്ടാവും. ഈയിടെ ഒരു സ്നേഹിതൻ എന്നോട് പറയേണ്ട, അദ്ദേഹം എന്നെ കാണാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, പുസ്തകങ്ങൾ ഇതുപോലെ ഇരിക്കുന്ന കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതുപോലെ വേറൊരു ആളെ കണ്ടിട്ടുള്ളൂ. നിങ്ങളൊക്കെ ചാനലിൽ കണ്ടിട്ടും പരിചയപ്പെട്ടിട്ടുള്ള ഒരാളാണ്, ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ്. ഞാൻ ചോദിച്ചു, എന്താ പ്രത്യേകത? അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് ഒരുപാട് പുസ്തകങ്ങളുണ്ടാവും. അതിൻ്റെ പുറകിലിരിക്കുന്ന അദ്ദേഹത്തെ കാണണമെങ്കിൽ പുസ്തകത്തിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ എത്തിച്ചു നോക്കണം അത്രേ. അത്രയും പുസ്തകങ്ങൾ മേശപ്പുറത്തുണ്ടാവും എന്ന്. അപ്പോൾ ഞാൻ ഈ പുസ്തകങ്ങളൊക്കെ അടക്കി ഒതുക്കി അലമാരയിലൊക്കെ വെച്ചു. എനിക്ക് എടുത്താൽ കിട്ടാവുന്ന സ്ഥലത്ത് അലമാര വെച്ചു. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ മേശപ്പുറം ക്ലീനായി. അവിടെ ഒരു ഓർഡർ ഉണ്ടായി. ആ ഓർഡർ ഉണ്ടായതിൻ്റെ പുറകിൽ ഒരു മനുഷ്യ പ്രയത്നമുണ്ട്. എവിടെയൊക്കെ ഓർഡർ ഉണ്ടാകുന്നുണ്ടോ അവിടെയെല്ലാം ഒരു ദൈവിക പ്രയത്നം ഉണ്ട്, പ്രവർത്തനമുണ്ട്. അതെങ്ങനെ പറയാൻ കഴിയുക? അങ്ങനെ പറയാൻ കഴിയുക എപ്പോഴാണ്? നിങ്ങൾ ബൈബിള് വായിച്ചു നോക്കുക. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ 6 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്, താൻ സൃഷ്ടിച്ചതെല്ലാം നല്ലതെന്ന് കണ്ടു എന്ന്. നിങ്ങൾ ആ പുസ്തകം മുഴുവനൊന്ന് വായിച്ച് മനസ്സിരുത്തി വായിച്ചാൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ദൈവം അവിടെ സൃഷ്ടിക്കുക മാത്രമല്ല ചെയ്തത്, ഹി പുട്ട് ആൻ ഓർഡർ ഇൻ ടു എവ്രിതിങ്. ക്രമം ഉണ്ടാക്കിയെന്ന്. ശരിക്കും നമ്മൾ ഇന്ന് പറയുന്ന ഒരു എൻജിനീയറിങ് സ്കില്ലാണ് അവിടെ കണ്ടത്. എൻജിനീയറിങ് സ്കിൽ. ഒരു എൻജിനീയർ എന്താ ചെയ്യുന്നത്? എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്രമം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഒരു വീട് ഡിസൈൻ ചെയ്യുന്ന സിവിൽ എൻജിനീയർ എന്താ ചെയ്യുന്നത്? അദ്ദേഹം ഒരു ഓർഡർ ഉണ്ടാക്കുകയാണ്. കല്ലും കുമ്മായവും മണലും അങ്ങനെ കട്ടളയും ജനലയും അതൊക്കെ ഇന്ന സ്ഥലത്ത് വെക്കുക. അങ്ങനെ വെക്കുമ്പോൾ ഒരു ഓർഡർ ഉണ്ടാകുകയാണ്. ആ ഓർഡറാണ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിങ്ങൾ കാണുന്നത്. ഞാനതുകൊണ്ട് ഇങ്ങനെ പറയാറുണ്ട്, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ഒരു വീട്ടിൽ, ഒരു സ്ഥാപനത്തിൽ, ഒരു രാജ്യത്ത്, ഈ ലോകത്തിൽ തന്നെ ക്രമം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന, ചെറിയ ശ്രമം ആണെങ്കിൽ പോലും ക്രമം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന എല്ലാവരും ചെയ്യുന്നത് ഒരു ദൈവികമായ പ്രവർത്തനമാണ്. ഒരിക്കൽ കൂടി ഞാനതൊന്ന് റിപ്പീറ്റ് ചെയ്യട്ടെ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ഒരു കുടുംബത്തിൽ, ഒരു സ്ഥാപനത്തിൽ, ഒരു സമൂഹത്തിൽ, ഒരു രാജ്യത്ത്, ഈ ലോകത്തിൽ തന്നെ ചെറിയ തോതിലെങ്കിലും ക്രമമുണ്ടാക്കാൻ നടത്തുന്ന ഓരോ ശ്രമവും പരിശ്രമവും അത് ദൈവികമായ ഒരു ഉദ്യമമാണ്, എ ഡിവൈൻ വർക്ക്. മറിച്ച് ഡിസോർഡർ,
ഡിസോർഡർ, ക്രമരാഹിത്യം അത് എവിടെ വേണമെങ്കിലും ആയിട്ട്, ഒരു വ്യക്തിയുടെ ജീവിതത്തിലോ ഒരു കുടുംബത്തോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിലോ രാജ്യത്തോ ക്രമരാഹിത്യം, അതിനെ നമുക്ക് കുറച്ചും കൂടി വ്യത്യസ്തമായി പറഞ്ഞാൽ ക്രമമില്ലാത്തതാണ് അക്രമം. ആ ചേർത്താൽ നീതി അനീതി, സത്യം അസത്യം, ആ ചേർക്കുമ്പോൾ അത് ഇല്ലായ്മയാണ്. അപ്പോൾ അക്രമം എവിടെയൊക്കെ ഉണ്ടാകുന്നുവോ, ക്രമത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകുന്നുവോ, അതൊക്കെ പൈശാചികമായ ഒന്നാണ്. ക്രമമെന്ന് പറയുന്നത് സ്നേഹമാണ്. സ്നേഹമാണ് ക്രമം. അപ്പോൾ സ്നേഹത്തിന് വിരുദ്ധമായതെല്ലാം അക്രമമാണ്. അത് എവിടെ നിന്ന് വരുന്നു? അത് മുഴുവൻ പിശാചിൻ്റെ പൈശാചിക പ്രവർത്തനമാണ്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, എൻ്റെ പ്രവർത്തനങ്ങൾ അത് ദൈവികമായ പ്രവർത്തനമാണോ അതോ പൈശാചികമായ പ്രവർത്തനമാണോ? എൻ്റെ സാന്നിധ്യം കൊണ്ട് ഒരു സ്ഥലത്ത് ക്രമമാണോ ഉണ്ടാകുന്നത് അതോ ക്രമരാഹിത്യമാണോ ഉണ്ടാകുന്നത്? അവിടെ സ്നേഹമാണോ ഉരുത്തിരിയുന്നത് അതോ സ്നേഹരാഹിത്യമാണോ? ഇതാണ് നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാവും, ഞാൻ ദൈവികമായ പ്രവൃത്തിയാണോ ചെയ്യുന്നത് അതോ പൈശാചികമായ പ്രവൃത്തിയാണോ ചെയ്യുന്നത് എന്ന്. ബൈബിളിൽ നമ്മൾ കാണുന്നത് ഒരു ക്രമമുണ്ടാക്കുന്നതാണ്. ആദ്യത്തെ ചാപ്റ്റർ മുഴുവൻ അതാണ്. അൾട്ടിമേറ്റായിട്ട് നമുക്ക് കാണുന്ന എസൻസ് അതാണ്. ദൈവം സൃഷ്ടികർമ്മം നടത്തുക മാത്രമല്ല, അതിലൊരു ക്രമം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ആ ക്രമം ഉണ്ടാക്കുന്ന പ്രവൃത്തി തന്നെയാണ് ദൈവം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കുട്ടി എന്നോട് ചോദിച്ച ചോദ്യം, ദൈവം ഇപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ സ്നേഹം പരത്തിക്കൊണ്ടിരിക്കുന്നു. ആ ക്രമം ലോകത്തിലെങ്ങും ഉണ്ടാകാനായിട്ട് പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനെതിരായി പ്രവർത്തനം നടത്തുന്നത് മുഴുവൻ പൈശാചികമായ പ്രവൃത്തിയാണ് എന്ന് നമ്മൾ ഓർക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മളിതിലേതാണ് ഫോളോ ചെയ്യുന്നത്? ദൈവികമായ പ്രവൃത്തിയാണോ അതോ പൈശാചികമായ പ്രവൃത്തിയാണോ? തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമുക്ക് തന്നെയാണ് അത് അറിയാൻ പറ്റുന്നത്. ഞാൻ എന്താ ചെയ്യേണ്ടത്, എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഇടയ്ക്കൊന്ന് നോക്കണം, എൻ്റെ ഈ പ്രവൃത്തി മൂലം എൻ്റെ ചുറ്റുപാടിൽ ക്രമം കൂടുതലാവുകയാണോ ചെയ്തത് അതോ അക്രമം ഉണ്ടാവുകയാണോ ചെയ്തത്? ഇത് നമ്മൾ കണ്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ പ്രവർത്തനം ഓരോ ദിവസവും ക്രമപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ദൈവം നമ്മളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു.